വലിയ തിരക്കാണ്, സമാനതകളില്ലാത്ത തിരക്ക് എന്ന് പറയാം. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയോളം ആളുകൾ ഇത്തവണ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ നടപ്പന്തലിലേക്കൊക്കെ നോക്കിയാൽ നിറഞ്ഞ് കവിഞ്ഞ നടപ്പന്തലാണ്. ഇത് സ്ഥിരം ആയിട്ടുള്ള നടപ്പന്തൽ. അതിന് തൊട്ടപ്പുറേ താൽക്കാലികമായി കേന്ദ്രീകരിച്ചിരിക്കുന്ന മറ്റൊരു നടപ്പന്തൽ കൂടിയുണ്ട്. അവിടെയും സമാനമായ കാഴ്ച തന്നെയാണ്. മണിക്കൂറുകളായി ഇവിടെ ക്യൂ നിൽക്കുന്ന ആളുകളാണ്. ഇവർക്ക് ഇനിയൊന്ന് തൊഴാനായി അകത്തേക്ക് എത്തി തൊഴുതു മടങ്ങണമെങ്കിൽ ഇനിയും മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ജനപ്രവാഹം എന്നൊക്കെ നമുക്ക് പറയാൻ പരുവത്തിനുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത് ഇവിടുത്തെ മാത്രം കാഴ്ചയല്ല. ഈ ഇവിടേക്ക് വരുന്ന വഴികളിലെല്ലാം വലിയ തോതിലുള്ള ജനക്കൂട്ടമാണ്, ജനാരവമാണ്. ഭക്ത സഹസ്രങ്ങൾ ഇവിടേക്ക് ഒഴുകുന്നു. ഈ ആഷ്ലി കൂടി ചേരുന്നുണ്ട്. നമുക്കിപ്പോൾ ആഷ്ലി, ഇന്ന് ഇതാണ് അവസ്ഥ എങ്കിൽ നാളെ എന്താകും അവസ്ഥ? അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തിരുവനന്തപുരം നഗരത്തിൽ എവിടെ നോക്കിയാലും വലിയ ജനത്തിരക്കാണ്. അതുപോലെ വഴിയോര കച്ചവടക്കാർ അല്ലേ, പല സ്ഥലങ്ങളിൽ നിർത്തിയ വഴിയോര കച്ചവടക്കാരെ കാണാം. പല സ്ഥലങ്ങളിൽ ദേവീപീഠങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കാണാം. വലിയ ആഘോഷത്തിൻ്റെ വലിയ ദിവസങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ രാവിലേക്ക് നമ്മളെ ഇതിലേക്ക് പലയിടങ്ങളിലും മോത്തിയും ഞാനും ഉണ്ടായിരുന്നു. നടന്നാണ് നമ്മൾ പലയിടങ്ങളിലേക്ക് പോയത്. ഇപ്പോൾ പക്ഷേ അങ്ങനെ സ്വതന്ത്രമായി നടന്നു പോകാൻ പറ്റാത്ത അത്ര തിരക്ക് പലയിടങ്ങളിലും ഉണ്ട്. പുറത്തെ ഒരുക്കങ്ങളൊക്കെ ആഷ്ലി നേരത്തെ പോയി കണ്ടുവന്നിരുന്നു. അടുപ്പൊക്കെ റെഡിയാണ്. ഇനിയിപ്പോൾ പൊങ്കാലയ്ക്കുള്ള ആ നിമിഷങ്ങൾ ഇനിയുള്ള കാത്തിരിപ്പിലേക്ക് എത്തിയിരുന്നു അല്ലേ? ഈ വരുന്ന വഴിയൊക്കെ നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിയൊക്കെ രണ്ട് സൈഡും ഇഷ്ടികകൾ നിരത്തി വെച്ചിരിക്കുകയാണ്. നേരത്തെ ആളുകൾ എത്തി ഈ സ്ഥലം നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പേരെഴുതിയൊക്കെയാണ് എല്ലാവരും വെച്ചിട്ട് പോയിരിക്കുന്നത്. അത് ഒരു 1-2 ദിവസം മുൻപല്ല, ദിവസങ്ങൾക്ക് മുൻപേ എത്തിയാണ് ഈ പൊങ്കാല അർപ്പണത്തിന് വേണ്ടിയിട്ട് ആളുകൾ സ്ഥലം പിടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കേ എന്തോരം ഭക്തിയാണ്, അല്ലെങ്കിൽ എന്തോരം ഒരുക്കത്തോടു കൂടിയാണ് ഈ ആളുകൾ എത്തുന്നത്, ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകി എത്തുന്നത് എന്നുള്ളത്. ഒരുപാട് ആളുകൾ മാത്രമല്ല, ഇവിടെ നിരവധി കലാകാരന്മാരും ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇവരൊക്കെ ഇവിടെ വന്ന് ഇപ്പോൾ പെർഫോം ചെയ്ത് മടങ്ങിയ ആളുകളാണ്. ഈ വേദിയിൽ ചെറിയ കുട്ടികൾ മുതൽ പ്രഗത്ഭരായവർ വരെ എത്തിപ്പോകുന്നു. കഴിഞ്ഞ ദിവസം ജാസ് ഗിഫ്റ്റിൻ്റെ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ മറ്റു ചില പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പെർഫോമൻസ് കഴിഞ്ഞിറങ്ങിയതാ? എവിടെ നിന്നുള്ളവരാ? ഈ സ്റ്റേജിലായിരുന്നു പെർഫോമൻസ്. എന്താ പേര്? അനാമിക. ഇതുപോലെ അനാമികയെ പോലെ ഒരുപാട് ആളുകൾക്ക് ഈ ഇവിടെ വന്ന് അവർക്ക് അവരുടെ കഴിവുകൾ ഇവിടെ പ്രദർശിപ്പിക്കാൻ പറ്റിയ വേദിയാണ്. 3 സ്റ്റേജുകളുണ്ട്. ആ 3 സ്റ്റേജുകളിലും നിരന്തരമായി ഇങ്ങനെ പരിപാടി നടക്കുകയാണ്. ഒന്ന് കഴിയാൻ കാത്തു നിൽക്കുന്നു അടുത്ത ആളുകൾ കയറാൻ. ഇന്നലെ നമ്മൾ ദുബായിൽ നിന്നൊക്കെ ഇവിടെ നൃത്തം അവതരിപ്പിക്കാൻ വന്ന ആളുകളെയൊക്കെ കണ്ടിരുന്നു. നമുക്ക് ആ ശ്രീകോവിലിൻ്റെ ആ ഭാഗമൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ആഷ്ലി. അവിടെയൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുന്ന സൂചി കുത്താൻ സ്ഥലമില്ല എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ അവസ്ഥയാണ്. ഈ വരുന്ന വഴികൾ തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ആറ്റുകാലിലേക്ക് എത്തണമെങ്കിൽ നല്ല പണിപ്പെട്ടാൽ മാത്രം എത്താൻ പറ്റുന്ന ഒരവസ്ഥയാണ്. ഇന്ന് 2 മണിക്കൂർ മുൻപെങ്കിലും നമ്മൾ നഗരത്തിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രമാണ് ഈ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അത്രയും വലിയ ഗതാഗത കുരുക്കാണ്. 2 സൈഡിലും പോലീസുകാരെ നമ്മൾ പ്രത്യേകമായി അഭിനന്ദിച്ചേ മതിയാവും. കാരണം ഈ ആളുകളെ നിയന്ത്രിക്കുക, ഈ ക്ഷേത്രത്തിലേക്ക് വണ്ടികൾ കയറ്റിവിടുക, അത് വലിയ ഒരു ശരിക്കും വലിയൊരു ഉത്തരവാദിത്വമാണ്. അത് അവർ വളരെ വൃത്തിയായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കയറൊക്കെ കെട്ടി ആളുകളെ തടയുന്നുണ്ട്. അതായത് ഒരു ഭാഗത്തെ ആളുകളെ കടത്തി വിട്ടതിന് ശേഷം എല്ലാവരും കൂടി ഒരുപക്ഷെ ഇങ്ങോട്ട് എത്തിയിരുന്നെങ്കിൽ വലിയ ബുദ്ധിമുട്ടായി മാറും. അതിനാൽ തന്നെ ഇവിടെ നിൽക്കുന്ന ഒരു വരിയിൽ നിൽക്കുന്ന ആളുകളെ കടത്തി വിട്ട ശേഷം അടുത്ത വരി ആ കയറ് കെട്ടി തടഞ്ഞിരിക്കുന്നത് തുറന്നു വിടുന്നു. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ഇങ്ങനെ ഈ കടലിലേക്ക് പുഴ ഒഴുകി ചേരുന്നത് പോലെ ആളുകൾ ഒഴുകി വരുന്ന അവസ്ഥയാണ്. ഇവിടെ ഇത് ക്ഷേത്രം ഇവിടെയാണ് എങ്കിൽ കൂടി തിരുവനന്തപുരം നഗരത്തിൻ്റെ ഓരോ മുക്കും മൂലയും ഒരു ചെറിയ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ പതിപ്പായി മാറുന്നുണ്ട്. എല്ലായിടങ്ങളിലും ഈ അമ്മേ നാരായണ ശരണമന്ത്രങ്ങൾ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നുണ്ട്. ദേവീപീഠങ്ങളുണ്ട്. മാത്രമല്ല നാളെ ഇവിടേക്ക് പൊങ്കാലയിടാനായി എത്തുന്നവർക്കുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തിരുവനന്തപുരംകാർ. ഈ തിരുവനന്തപുരത്തിന് മറ്റൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ, നമ്മൾ സാധാരണ പറയും തിരുവനന്തപുരത്ത് ഈ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ആ ഒരാഴ്ച ഏത് വീട്ടിൽ വന്നാലും നമുക്ക് ധൈര്യമായി കയറി ചെല്ലാം. അവർക്ക് ആഹാരം ഉണ്ടായിരിക്കും, അവർക്ക് വെള്ളം കിട്ടും, അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഇപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ സംസാരിച്ചപ്പോൾ നമ്മുടെ ക്യാമറാമാൻ പ്രേമേട്ടൻ തന്നെ നമ്മളോട് പറഞ്ഞതാണ്, അവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വരുന്ന ആൾക്കാരെ താമസിപ്പിക്കുന്നു, അവർക്ക് വേണ്ടി പ്രത്യേകമായ ആളെ വെച്ച് തന്നെ ഭക്ഷണം ഒരുക്കുന്നു. ഇത്തരത്തിലാണ് ഇവിടെ ഓരോ വീട്ടിലും നടക്കുന്നത്. പുറത്തുനിന്ന് വരുന്ന മറ്റു അതായത് ഇവിടേക്ക് വരുന്ന ആളുകൾ പൊങ്കാലയിടാനായി വരുന്നവർ പൊങ്കാലയിടാനുള്ള ക്രമീകരണങ്ങളുമായി ഇവിടേക്ക് വന്നാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റാണ് എന്നുള്ളതാണ്. എല്ലാം അതിന് വലിയ ഒത്തൊരുമയുണ്ട് ആഷ്ലി. അതായത് മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒത്തൊരുമ പലപ്പോഴും കാണാറുണ്ടെങ്കിലും തിരുവനന്തപുരത്തേക്ക് ഞാൻ ഇന്നലെ പാളയം ഇമാമിനെയും അതോടൊപ്പം തന്നെ സെൻറ്റ് ജോസഫ് കത്തീഡ്രലിലെ പള്ളി വികാരിയെയും കണ്ടിരുന്നു. അവിടുത്തെ പള്ളിയിൽ അവരുടെ പ്രതികരണം നമ്മൾ രാവിലെ കേൾപ്പിച്ചതാണ്.
പള്ളിയിലെ കുർബാന ഞായറാഴ്ചയിൽ രാവിലെ 8 മണി കുർബാന ഒഴിവാക്കി പിന്നീടുള്ള കുർബാനയുടെ സമയക്രമവും അവർ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ പള്ളി രാവിലെ മുതൽ തുറന്നു കൊടുക്കും. പൊങ്കാലയിടാനായി എത്തുന്ന ഭക്തർക്ക് അവിടെ വിശ്രമിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. അത് മറ്റ് വെള്ളമടക്കമുള്ള ലഘുഭക്ഷണമടക്കമുള്ള എല്ലാം ക്രമീകരിച്ച് പള്ളി അവിടെ ക്രമീകരിക്കുന്നുണ്ട്. പാളയം പള്ളിയിലെ കാര്യമാണെങ്കിൽ അവർ ഒരുപാട് കാലമായി ഈ ആറ്റുകാൽ ആഘോഷത്തിൻ്റെ ഭാഗമാണ്. ആ പള്ളി തുറന്നിട്ട് കൊടുക്കും. അവിടെ വരുന്ന ആളുകൾക്ക് വിശ്രമിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും. നല്ല വെയിലാണ്. സ്വാഭാവികം ഈ ഇപ്പോഴത്തെ ചൂടെന്നൊക്കെ വെച്ചാൽ ഇന്ന് തന്നെ നല്ല ചൂടാണ്. നാളെ ഇപ്പോൾ പൊങ്കാല കൂടി ആകുമ്പോൾ ഈ പൊങ്കാല അടുപ്പിൽ നിന്നുള്ള ചൂടും പൊടിയും എല്ലാം കൂടി ആകുമ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പാളയം പള്ളി പോലെ ഉള്ള സ്ഥലങ്ങളൊക്കെ വിശ്രമിക്കാനായി നിരവധി ഇടങ്ങളിലുണ്ട്. മാത്രമല്ല ഈ വെള്ളം ഒക്കെ കൃത്യമായി തന്നെ ചില നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട് ഇവിടേക്ക് എത്തുന്നവർക്ക്.